Donna John, Ayushi Demon, and Leah Roy. പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കടമയാണ് എന്നെ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ സംഘടനയുടെ ഭാരവാഹികൾ, ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് ശ്രീ ജെയിംസ് കുരുവിള. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ചിരിച്ച മുഖത്തോടും വളരെ തന്മയത്വത്തോടും കൂടി ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വൈസ് പ്രസിഡന്റാണ്, അത് ഞാൻ തന്നെയാണ്. നമുക്കെല്ലാവർക്കും ആവേശം പകരുന്ന നമ്മുടെ സെക്രട്ടറി, എളിമയുടെ പ്രതീകമെന്ന് എനിക്ക് പറയാവുന്ന നമ്മുടെ സെക്രട്ടറി എൽദോസ് കുര്യാക്കോസിനെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് ചാക്കോച്ചൻ, നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതനാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ട്രഷറർ ബെൽപ്പറയിൽ നിന്നുള്ള ആളാണ് അഭിലാഷ്, നിങ്ങളെല്ലാവരും അറിയും. അഭിലാഷിനെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ, പേരെടുത്ത് പറയാൻ ശ്രീ മിൽട്ടൺ സാബു, ജോയ് ചേട്ടൻ, വേറെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വേദിയിലേക്ക് വരണം, ഈ വേദിയിൽ വന്നിരിക്കണം. അടുത്തതായി നമ്മുടെ ഉദ്ഘാടനമാണ്.
എല്ലാവരുടെയും സാന്നിധ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പുറകിൽ കുറച്ചുപേര് നിൽക്കുന്നുണ്ട്. നിൽപ്പൊഴിവാക്കി കസേരകൾ ഇരിക്കാനുള്ളതല്ലേ, നമുക്ക് ഇരുന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തതായി നമുക്ക് ഒരുപാട് പേരുടെ ഒരു സഹായ സഹകരണമാണ് ഈ സംഘടന. ഈ സംഘടന എന്ന് പറയുന്നത് നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങളില്ലെങ്കിൽ സംഘടനയില്ല. ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് നമ്മളിവിടെ വന്ന്, കേരളം എന്ന ഒരു കൊച്ചു രാജ്യത്തിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ കഴിയുന്ന നമ്മൾക്ക് നമ്മുടെ ഇന്ത്യക്ക് ഒരു മുദ്രാവാക്യമുണ്ട്, നാനത്വത്തിൽ ഏകത്വം എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ഒരു മതത്തിന്റെയും യാതൊരു മതചിന്തകളുമില്ലാതെ നമ്മൾ ഒരു ശക്തിയാണ്, ഒറ്റക്കെട്ടാണെന്ന് തെളിയിച്ചുകൊണ്ട് എല്ലാവരും ഇന്ന് നമ്മൾ ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു, ന്യൂ ഇയർ ആഘോഷിക്കുന്നു, ഈസ്റ്റർ ആഘോഷിക്കുന്നു, വിഷു ആഘോഷിക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് ആഘോഷിക്കുന്നു. അതിൽ അഭിമാനം തോന്നുന്നു എനിക്ക്. ഞാനതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു. ആ സന്മനസ് കാണിക്കുന്ന നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സഹർഷ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നമുക്കായിട്ട് ഒരുപാട് കലാവിരുന്നുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായ മാജിക് ഷോ, പിന്നെ നമ്മുടെ തന്നെ ഒരു സംഘടനയിലെ അംഗമായ ശ്രീമാൻ റോബിൻ അവതരിപ്പിക്കുന്ന ഗാനമേള, ആ ഗാനമേളയിലുള്ള എല്ലാ ടീമുകളും, ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്ന നമ്മുടെ കൊച്ചുകുട്ടികളിലുപരിയായിട്ട് മറ്റുള്ളവർ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്ന് GCSE പരീക്ഷയിൽ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളെ നമ്മളിവിടെ അവാർഡ് കൊടുക്കുന്നു. കുട്ടികൾക്ക് നമ്മളിവിടെ അവാർഡ് കൊടുക്കുന്നു. 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകളെ നമ്മൾ ആദരിക്കുന്നു. ഇതെല്ലാം മഹനീയമായ കാര്യങ്ങളാണ്. ഇനിയും വരും വർഷങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും മതേതരത്വ ശക്തിയായിട്ട് നമ്മൾ വളർന്നു ഒരു പന്തലിച്ച് ഡർബിയിലെ നല്ലൊരു പ്രസ്ഥാനമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും മംഗളാശംസകൾ നേർന്നുകൊണ്ടും, ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പരിശ്രമമാണ് ഇന്നത്തെ ഈ പരിപാടി. ഒരുപാട് പേർ രാത്രി ഉറക്കമുളച്ച് അധ്വാനിച്ച് ഉണ്ടാക്കിയത്, ഒരുപാട് പേർ മറ്റുള്ള സമയങ്ങൾ എല്ലാ എല്ലാവരുടെയും ശ്രമഫലമായിട്ട് നമ്മളിന്ന് ഒത്തുകൂടിയിരിക്കുന്നു. ഈ ഒത്തുകൂടൽ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതുമാതിരിയുള്ള നല്ല മുഹൂർത്തങ്ങൾ ഡർബി മലയാളി അസോസിയേഷന് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ എന്റെ ഈ എളിയ കടമയിൽ നിന്നും വിരമിക്കുന്നു. ഡർബി മലയാളി അസോസിയേഷന്റെ 4ാമത് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പരിപാടിയുടെ ഇനോഗ്രേഷനായി അതിന്റെ പ്രസിഡന്റ് ജെയിംസ് കുരുവിളയെയും മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദയവായി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച്
ഡർബി മലയാളി അസോസിയേഷന്റെ ഭാരവാഹികളും എന്റെ സഹപ്രവർത്തകരുമായ എന്റെ സുഹൃത്തുക്കൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡർബി മലയാളി അസോസിയേഷന്റെ സംഘടനാംഗങ്ങളും കൊച്ചുകുട്ടികളും, അതുകൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ വിശിഷ്ട അതിഥികളുണ്ട്. ഈ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങളേവർക്കും ഡർബി മലയാളി അസോസിയേഷന്റെ 4ാമത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഞാൻ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുൻപ് ആരംഭം കുറിച്ച ഡർബി മലയാളി അസോസിയേഷൻ ഇന്ന് 100-ലധികം കുടുംബങ്ങളുള്ള, ഏതാണ്ട് 400-ൽ കുടുംബാംഗങ്ങളുള്ള ഒരു മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു വസ്തുതയായി ഞാൻ കണക്കാക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രസ്ഥാനം ആരംഭം കുറിച്ചത് ഡർബി മലയാളികളുടെ സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭം കുറിച്ച ഈ പ്രസ്ഥാനം, എനിക്ക് മുൻപ് ഇവിടെ പ്രസംഗിച്ച എന്റെ സഹപ്രവർത്തകൻ ശ്രീ പോൾ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഡർബി മലയാളികളെ ഒരേ ചരടിൽ കോർത്തിണക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായ കാര്യമാണ്. ഇന്ന് നമ്മളുടെ കൊച്ചുകുട്ടികൾ കലാപരിപാടികളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസകരമായ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് കഴിഞ്ഞ GCSE പരീക്ഷയിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് അർഹരായ നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രസ്ഥാനം ഒരു ക്യാഷ് അവാർഡ് നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ മുതിർന്ന ഡർബി മലയാളി അസോസിയേഷന്റെ സംഘടനാംഗങ്ങളായ മുതിർന്ന നമ്മളുടെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ഈ പ്രസ്ഥാനം ഇന്ന് ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കുക എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരെ നമ്മൾ പൊന്നാടി അണിയിച്ച് ഈ വേദിയിൽ ആദരിക്കുന്നു. കൂടുതലായി അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് ഇതുകൊണ്ട് എന്ന് വരിക, സാമ്പത്തികപരമായും നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലോ ഒക്കെ എന്തെങ്കിലും സംശയമുണ്ട് എന്ന് വരിക വളരെ കൃത്യമായും തന്നെ ഈ വരുന്ന 29-ാം തീയതി നമ്മുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് നമ്മുടെ ഈ വർഷത്തെ കണക്കുകളും കാര്യങ്ങളും നീക്കിയിരിപ്പുകളും എന്ന് വേണ്ട എല്ലാവിധ റെക്കോർഡുകളും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതും നമ്മളുടെ കണക്കുകളും ബാലൻസും എല്ലാം നമ്മുടെ ഓഡിറ്റർ സൈൻ ചെയ്ത് അവിടെ അവതരിപ്പിക്കുന്നതുമായിരിക്കും. കൂടാതെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ഈ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രതിദാനം ചെയ്യുന്ന, ഞാനും നിങ്ങളും അംഗീകരിക്കുന്ന, അഭിമാനിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ജയഹിന്ദ്. ഗാനമേള ട്രൂപ്പിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Postgraduate student ആയിരുന്നു. Just now I finished my master. Hope you all will have a wonderful time with her. ജാനകി അമ്മയുടെ എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന കൂടെവിടെ എന്ന ചിത്രത്തിലെ ആടി വാക്കാറ്റെ എന്ന് കണ്ടു.
ആദരിക്കുന്നത് പ്രശസ്ത മജീഷ്യൻ മാർവിൻ ബിനോ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും കഴിഞ്ഞ ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെ ആശംസകൾ. എൻ്റെ പേര് മാർവിൻ ബിനോ. ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്നു. 2002 മുതൽ ഡൽഹിയിലെ മഹാരാജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാജിക് റിസർച്ച് സെൻ്ററിലൂടെ മാജിക്കിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരികയും അതിനുശേഷം യുകെയിൽ വന്നതിന് ശേഷം ലണ്ടൻ സ്കൂൾ ഓഫ് മാജിക് അക്കാദമിയിലൂടെ വീണ്ടും തുടർപ്പഠനം നടത്തുകയും അതിൽ റിസർച്ച് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. മാജിക് അഥവാ ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് നമ്മുടെ എല്ലാം ഉള്ളിൽ എന്തുകൊണ്ട് നിഗൂഢ ലോകമായിട്ടാണ് മാജിക്ക് ഇന്ദ്രജാലം അറിയപ്പെടുന്നത്. എന്നാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാജിക് ഒരു കലയാണ്. മറ്റേതൊരു കലയെ പോലെ ഇതും ഒരു കലയാണ്. സയൻസിന്റെ പിൻബലത്താൽ നിരന്തരമായ പ്രാക്ടീസിലൂടെയും സ്പീഡിലൂടെയും ആവർത്തിച്ചെടുക്കുന്ന ഒരു കലയാണ്. എന്നാൽ ഇതിനുള്ളിൽ വേറൊരു മാജിക് കൂടെ ഉണ്ട്, മെന്റൽ മാജിക്ക്. മെന്റൽ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെഷ്യലായിട്ട് വർഷങ്ങളുടെ പ്രയത്നങ്ങൾ കൊണ്ട് ആവർത്തിച്ചെടുക്കുന്ന ഒരു ശക്തിയാണ്, മാഗ്നറ്റിക് പവറാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണെങ്കിൽ 1980കളുടെ പകുതി വരെ മാജിക് ഒരു ജനപ്രിയ കലയായിരുന്നില്ല. അന്ന് വരെ ഈ മാജിക്കിനെ കൊണ്ടുനടന്നവർ തെരുവ് പാമ്പാടികളും തെരുവ് സർക്കസുകാരും മന്ത്രവാദികളും കൂടപ്പുറക്കാരും ഒക്കെയായിരുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ യുവ മജീഷ്യന്മാരായ ഗോപിനാഥ് മുതുകാട് സാമ്രാജ്യങ്ങൾക്ക് സാമ്രാജ്യ മാജിക്കിന്റെ ലോകത്തിലേക്ക് കടന്നു വരികയും അവരുടെ കീഴിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, മുൻ ചീഫ് ജസ്റ്റിസ്, മുൻ ചീഫ് സെക്രട്ടറി എന്നിവരെല്ലാം മാജിക് അഭ്യസിക്കുവാൻ ആരംഭിക്കുകയും ദൃശ്യമാധ്യമങ്ങൾ അഭൂതപൂർവമായ രീതിയിൽ വളരുകയും ചെയ്തതോടുകൂടിയാണ് മാജിക് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഒരു ജനപ്രിയ കലയായി വന്നിരിക്കുന്നത്. ഈ ഒരു ചെറിയ കല അവതരിപ്പിക്കുന്നതിന് മുൻപ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഏതൊരു കലാകാരൻ അവളോ അവനോ ഈ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈയടിയാണ്, നിങ്ങൾ തരുന്ന എനർജിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ശക്തി. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുകുട്ടികളൊക്കെ എന്ത് പ്രോഗ്രാം അവതരിപ്പിച്ചാൽ നമ്മൾ അടിക്കുന്ന ഓരോ കൈയടിയും അവർ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമാവും. അപ്പോൾ എൻ്റെ ഈ ചെറിയ കല ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു മാജിക് വാണ്ടാണ്. ഏറ്റവും മജീഷ്യൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വെപ്പൺ എന്ന് പറയുന്നത് മാജിക് വാണ്ടാണ്. ഇത് പവർഫുൾ ആണോ സ്ട്രോങ് ആണോ എന്നൊക്കെ നോക്കുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ മാജിക് വാണ്ട് ഇല്ലാതെയാണ് ഈ സ്റ്റേജിൽ ഈ മാജിക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കുട്ടിക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുക. ആർക്കോ വേണ്ടേ? ഇന്ന് ഏകദേശം 10 പേർക്ക് മുകളിൽ ഇത് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? സോറി, വീഡിയോയുടെ പരിചയപ്പെടുത്തുന്നത് ഒരു സിൽക്ക് കളർ, ഒരു ബ്ലാക്ക് കളർ സിൽക്ക്